നമസ്കാരം. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിലുള്ള പേരാണ് PC ജോർജ്. നേരത്തെ മറ്റു പല പേരുകളുണ്ട്, MM മണി, അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പിന്നാലെ ഉണ്ടെങ്കിലും PC ജോർജ് എന്നും വിവാദങ്ങൾക്കൊപ്പമാണ്. വിവാദങ്ങൾ സ്വയം സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ അദ്ദേഹം വിവാദ നായകനായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അത് ജനപക്ഷം എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉള്ളപ്പോഴും അല്ലെങ്കിൽ UDF-നൊപ്പം നിൽക്കുമ്പോൾ പോലും വിവാദങ്ങൾ എന്നും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ സരിത കേസുമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോളാർ കേസുമായൊക്കെ ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ നിലനിന്ന സമയത്ത് പോലും അന്നും വിവാദങ്ങൾ PC ജോർജിനെ പിടികൂടിയിരുന്നു. ഇന്നും അതിൽ മാറ്റമില്ല. കാരണം ഇന്ന് അദ്ദേഹം BJP-ക്കൊപ്പമാണ്. BJP-യുടെ കേരളത്തിൻ്റെ മുഖമായി വളർന്നു വരുന്ന അല്ലെങ്കിൽ BJP-ക്കൊപ്പം നിന്നുകൊണ്ട് നേതൃനിരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് PC ജോർജ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും വിവാദമായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായി ഈ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ, മുസ്ലിങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞ വർഗീയ പരാമർശത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വർഗീയ പരാമർശത്തിൽ കേസെടുത്ത് അദ്ദേഹം ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് BJP-ക്കും PC ജോർജ് ഒരു തലവേദനയാവുന്നുണ്ടോ എന്ന കാര്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ BJP-യെ സംബന്ധിച്ച് നമുക്കറിയാം, ആ ഒരു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം അവർ ഒരിക്കലും കേരളത്തിൽ പയറ്റിയിട്ടില്ല. കാരണം കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം അത്തരത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വ രീതിയിലേക്ക് മാറിയാൽ അത് BJP-ക്ക് കൃത്യമായും അത് വളരാനുള്ള സാധ്യത ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു മൃദു ഹിന്ദുത്വ ലൈനിലാണ് BJP കേരളത്തിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിപ്പോൾ ഒരു വിലങ്ങുതടി എന്ന രീതിയിലാണ് PC ജോർജിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് എന്നാണ് BJP നേതൃത്വത്തിൽ തന്നെ പരസ്യമല്ലെങ്കിലും രഹസ്യമായിട്ട് നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നത്. കൃത്യമായും PC ജോർജിൻ്റെ ഇത്തരം പരാമർശങ്ങൾ അത് BJP-യെ ദോഷമായി ബാധിക്കുമെന്നും BJP-ക്കുള്ളിൽ തന്നെ ചർച്ചകൾ നടക്കുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പല വിവാദങ്ങൾ, അതായത് ഇത്തരത്തിൽ വിവാദങ്ങൾക്ക് ഒപ്പം നടക്കുന്ന ആളായ PC ജോർജിനെ BJP-യിലേക്ക് ക്ഷണിക്കുകയും BJP നേതാവായി അദ്ദേഹം മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും BJP ഇനി PC ജോർജിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ക്രൈസ്തവ സഭകളിലേക്ക് വരെ BJP-യുടെ രാഷ്ട്രീയം എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് BJP-ക്ക് നിലവിൽ ഒരു MP ഉണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ, ഈ തൃശ്ശൂരിലെ വിജയവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സംഭാവനകൾ മറന്നുകൊണ്ട് BJP-ക്ക് ഇത്തരത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൃദു ഹിന്ദുത്വ ലൈൻ മാത്രമേ സ്വീകരിക്കാൻ കേരളത്തിൽ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന PC ജോർജിൻ്റെ ഈ വിവാദ പരാമർശങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഇപ്പോൾ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് PC ജോർജിൻ്റെ കാര്യത്തിലുള്ളത്. എന്തായാലും ഈ ഒരു കേസിൽ, ഈ ഒരു പരാതിയിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ അത് BJP-ക്ക് എന്തായാലും ഈ PC ജോർജിനെ തള്ളാൻ കഴിയില്ല, പിന്തുണയ്ക്കേണ്ടി വരും. അങ്ങനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലൊക്കെ പോകും എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ജാമ്യ അപേക്ഷ PC ജോർജ് നൽകിയിട്ടുണ്ട്. ജാമ്യത്തിൽ ഇനി കോടതി തീരുമാനിച്ചാൽ കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകും. എന്തായാലും PC ജോർജിൻ്റെ ഇത്തരം പരാമർശങ്ങൾ BJP-ക്ക് തിരിച്ചടിയാവും എന്നാണ് സൂചന.